കാരണം എല്ലാവരും കമ്പനി ഫിറ്റഡ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ചേട്ടൻ അത് എന്തുകൊണ്ടാണ് പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യാൻ ധൈര്യപ്പെട്ടത്? എക്സ്പ്ലോഷനെ കാര്യങ്ങൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? എല്ലാവരുടെയും പേടിയാണ് ഇത് പൊട്ടിത്തെറിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് ലീക്ക് വരുമെന്നോ അങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും പൊതുവെ വണ്ടികളെല്ലാം കമ്പനി CNG എടുക്കാനേ തയ്യാറാവുന്നുള്ളൂ കസ്റ്റമേഴ്സ് എല്ലാം. പക്ഷെ ഇത് KTA CNG ആണ്. അത് എങ്ങനെ ധൈര്യപ്പെട്ട? കാരണം എല്ലാവർക്കും പേടിയാണല്ലോ. ഇവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സ്റ്റെപ്പിന് വെക്കാൻ പറ്റില്ല. നിങ്ങളുടെ വണ്ടിയിൽ ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള ഗ്യാസിൻ്റെ വണ്ടി വേണോ? അതല്ലാത്ത പുറത്തുനിന്ന് ചെയ്ത് വേണോ? ഇതിൻ്റെ വാറൻറ്റി കിട്ടുമോ? RC ബുക്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട്? എത്ര രൂപ ചിലവാവും? ഈ വണ്ടികൾക്ക് എത്ര മൈലേജാണ് കിട്ടുന്നത് എന്ന് വേണ്ട ഇഷ്ടംപോലെ സംശയങ്ങളുടെ ഇതിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ദൂരീകരണമാണ് ഈ വീഡിയോയിലൂടെ. അതും ലൈവായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. എല്ലാവരോടും ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ചോദിച്ച് മനസ്സിലാക്കി ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫുൾ വിവരങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ പെട്രോൾ വണ്ടിയോ ഡീസൽ വണ്ടിയോ ഉപയോഗിക്കുന്നവരെല്ലാം നേരെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഫുൾ ഡീറ്റെയിൽ ആണ് കിട്ടാൻ പോകുന്നത്. സോ വെൽക്കം ടു കൃഷ്ണച്ചാൻസ് ഓട്ടോ. സോ വി ആർ അറ്റ് സെൻറ്റ് തോമസ് ഫ്യൂവൽ സ്റ്റേഷൻ കാണക്കാരി. ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ CNG അടിക്കാനായിട്ട് വരുന്നത്. ഓരോരുത്തരോടും നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം. എന്താണ് പേര്? എൻ്റെ പേര് നസീറാണ്. നസീർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് വണ്ടിയുടെ കാര്യത്തിനെ കുറിച്ച് ചോദിക്കണം. കാരണം പൊതുവെ എല്ലാവർക്കും സംശയമാണ്, ഇപ്പോൾ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള വണ്ടി മേടിക്കണോ അതോ പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യണോ എന്നുള്ളത്. എങ്ങനെയാണ് അതിനെക്കുറിച്ച്? എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാനുള്ള കാര്യം? ഈ വണ്ടി വന്നിട്ട് ഒരു 4 മാസമായി. ഒന്നും പ്രശ്നമില്ല. നല്ലതാണ്. കമ്പനി ഫിറ്റഡ് ആണെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവില്ല. ഇല്ല. പുറത്താണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി തരണം, അത് ഒരു സംശയം ഉണ്ടാവും. ഓക്കെ. പക്ഷെ കമ്പനി ആണെങ്കിൽ നല്ല ഫിറ്റാണ്, ഒരു സ്മെല്ലുണ്ടാവില്ല. ഓക്കെ. കുറച്ച് ഹൈ റേറ്റ്സിനെ കുറച്ച് ഓക്കെ, പേടിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പെട്രോൾ ഡീസലൊക്കെ അവൈലബിൾ ആയിട്ട് പോലും സാറ് CNG ചോയ്സ് എടുത്തു. എന്തുകൊണ്ടായിരുന്നു? ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഡെയിലി ബേസിസ് പെട്രോൾ കാസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുക. സോ നമുക്ക് കാസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലുണ്ടല്ലോ. അതെ. സോ അത് വേണ്ടിയിട്ടാണ് ഇപ്പോൾ CNG ആണെങ്കിൽ നമുക്ക് ലിവിങ് ടുഗെദർ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. CNG മാരുതി എർട്ടിക ബുക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി. എന്താണ് പേരെന്താ ചേട്ടാ? ചന്ദ്രൻ. എന്തുകൊണ്ടാണ് CNG വണ്ടി എടുക്കാൻ കാര്യം? CNG അങ്ങനെ നമ്മുടെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു. വണ്ടി അന്വേഷിച്ച് വന്നപ്പോൾ മാരുതിയുടെ ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു, CNG ആണെന്ന് അറിഞ്ഞു. അങ്ങനെ അത് ചോയ്സ് ചെയ്തു. ഓക്കെ. ഞാൻ പറയട്ടെ, ചേട്ടന് ഒരു കൺഫ്യൂഷൻ ആയിട്ടാണ് ഈ CNG വണ്ടി മേടിച്ചെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷെ CNG വണ്ടി മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി ഏത് വണ്ടി എടുത്താലും CNG എടുക്കുള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഈ വണ്ടി CNG മാത്രമേ ഉള്ളോ അതോ പെട്രോളും CNG കൂടെ ചേർന്ന്? പെട്രോളും CNG കൂടെയാണ്. സ്റ്റാർട്ടിങ് പെട്രോളാണ്. CNG റണ്ണിങ്ങിലുള്ളതാണ്. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ എപ്പോഴേലും ഈ പെട്രോളും CNG കൂടെ 2 ഫ്യൂവൽ വന്നതിൻ്റെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴേലും? ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇല്ല. നമ്മൾ എല്ലാവരും സംശയം പറയുന്ന ഒരു സംഭവമാണ്, CNG ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്ഥിരം ടെസ്റ്റിങ്ങിന് വേണ്ടി പോകണം. പിന്നെ RC നമ്മൾ എൻഡോർമെൻറ്റ് ചെയ്യണം. പ്രത്യേകം നമ്മൾ ഇവരുടെ MBDയുടെ പെർമിഷൻ മേടിക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിരുന്നോ? ഞാൻ ഈ വണ്ടി ഇറക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും തന്നെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കാരണം ഈ ചേട്ടന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷോറൂമുകാർ ചെയ്ത് തന്നു. ഞാൻ സർവീസൊക്കെ ഷോറൂമിൽ എല്ലാം ചെയ്ത്. നമുക്കറിയാം പെട്രോളും ഉണ്ട് ഗ്യാസും ഉണ്ട് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും മെയിൻ്റനൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എപ്പോഴേലും മെയിൻ്റനൻസ് കൂടിയോളം തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ 2.5 വർഷമായി, ഇതുവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇല്ല. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പോൾ ഏകദേശം ഒരു 30,000 കിലോമീറ്റർ ഓടി. അത് എനിക്കറിയാം, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കാരണം ഇത് ഓടിച്ച് സ്ഥിരം എക്സ്പീരിയൻസും ഉണ്ട്. എല്ലാ CNG വണ്ടി എടുക്കുന്നവരുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോഡ് കൂടുന്ന സമയത്ത് വണ്ടി വലിക്കാതെ വരും. അതിനൊരു സംഭവം ഇല്ല. ഇതൊക്കെ വെറും തോന്നലാണ് അല്ലേ? തോന്നലല്ല, ഇല്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് CNG വണ്ടി ഇനി നിങ്ങൾ എടുക്കണമെന്ന് ഉറപ്പായിട്ടും പറയുമോ? ഇപ്പോൾ ഇത് 2.5 വർഷമായില്ലേ? 2.5 വർഷമായി. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, 2.5 വർഷമേ ആയിട്ടുള്ളെങ്കിലും ഞാനൊരു 10-30 കൊല്ലമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. എൻ്റെ ജീവിതാനുഭവത്തിൽ ഇനി നിങ്ങളെല്ലാവരും ഇനി പഴയ വണ്ടികളൊക്കെ മാറ്റി CNG എടുത്താൽ മതി.
അപ്പം ഞാനൊരു കാര്യം ചോട്ടെ, എല്ലാവരുടെയും പേടിയാണ് ഇത് പൊട്ടിത്തെറിക്കുമോന്നോ അല്ലെങ്കിൽ ഇത് ലീക്ക് വരുമോന്നോ അങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. അങ്ങനെയാണ് എല്ലാ വീടുകളിലും ഗ്യാസ് പൊട്ടിത്തെറിച്ചിരിക്കും. നമ്മൾ പണ്ട് മാരുതി വാൻ LPG നമ്മുടെ കുക്കിംഗ് ഗ്യാസ് എടുത്തിട്ട് ഫിറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ CNG കൊണ്ട് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഇനി CNG എടുത്ത് വെക്കുന്ന കിറ്റുകൾ വെച്ച് ചെയ്യണോ അതോ ഫ്രഷ് ആയിട്ട് കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണോ? രണ്ടിൻ്റെ വ്യത്യാസം. കമ്പനി മാനുഫാക്ചർ ആയിട്ടുള്ളതാണോ ആദ്യം ചോയ്സ് എടുക്കുക. ഓക്കെ. അപ്പം മറ്റേതിനെക്കുറിച്ച് അത്ര ഇത് പ്രിഫർ അറിയാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഓക്കെ. CNG വണ്ടിയെക്കുറിച്ച് ചെറിയൊരു സംശയം ചോദിക്കാനാണ്. ഈ വണ്ടി ഇപ്പോൾ എടുത്തില്ലേ, ഇതിപ്പോൾ എടുത്തിട്ട് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? CNG 30 വെച്ച് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പെട്രോൾ വണ്ടി നോക്കാം CNG എടുക്കാനുള്ള കാര്യം? കുറച്ചുകൂടി എന്താ പറയണ്ടത്, നമുക്ക് കുറച്ചുകൂടി എമൗണ്ട് കുറവ് വരുന്ന CNG ആയതുകൊണ്ട്. ഓക്കെ. എന്താണ് ലോഡ് എടുക്കുക അതിനകത്ത്? ഇതിപ്പോൾ നമ്മൾ പ്ലംബിങ്ങിൻ്റെ ഐറ്റമാണ്. അപ്പോൾ ഈ പ്ലംബിങ്ങിൻ്റെ ഐറ്റം വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എപ്പോഴേലും ലോഡ് വലിക്കാതിരിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്നു? നല്ല വലിയുണ്ട്, അത്യാവശ്യം വലിയുണ്ട്. ടാറ്റയുടെ വണ്ടിയാണെങ്കിൽ നല്ല വലിയ, അത്യാവശ്യം നല്ല വലിയുണ്ട്. കേട്ടൊക്കെ പിടിക്കും. ഓക്കെ. ഇത് ടാറ്റയുടെ എയ്സിൻ്റെ അല്ലേ? CNG ആണ്. അപ്പോൾ ആദ്യമേ പെട്രോളിൽ സ്റ്റാർട്ടാവും, പെട്രോളും CNG ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആയിക്കോളും. ഓക്കെ. ഇത് എപ്പോഴും ഇത് കുറച്ച് സ്പീഡ് അധികം അങ്ങ് പോകുമ്പോൾ CNG മാറി പെട്രോൾ ആവുമോ? CNG തീർന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യും. ഓക്കെ. നമുക്ക് ഈ തിരിച്ചുകൊണ്ട് CNGയിലേക്ക് വരും. ഇപ്പം നിങ്ങൾ നേരത്തെ ഡീസൽ വണ്ടിയൊക്കെ ഉപയോഗിച്ച ആളുകളായിരിക്കാം. പെട്ടെന്ന് ഈ ലോഡും വെച്ചുകൊണ്ട് സ്പീഡിൽ അങ്ങ് പോകുന്ന സമയത്ത് വണ്ടി വലിക്കാതെ ഇരിക്കുന്ന ഒരു തോന്നലുണ്ടായിട്ടില്ല. നല്ല ഒരു വലിയുള്ള വണ്ടി ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള ഏസൊക്കെ ഓടിച്ചിട്ടുണ്ട്. നല്ല ഏസിനൊന്നും അത്ര വലിയ കാര്യങ്ങളൊന്നും ലോഡ് വണ്ടി ഓട്ടത്തിലെ പമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ല, ആ ഒരു ആ സ്പീഡിൽ തന്നെ വണ്ടി കയറി കയറ്റമൊക്കെ ഒരു പമ്മലും കാര്യങ്ങളില്ലാതൊക്കെ കയറി പോകുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പം CNG ആയതുകൊണ്ട് തന്നെ ഇപ്പം സന്തോഷമാണോ ഈ വണ്ടി ഓടിക്കാൻ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പിന്നെ CNGയുടെ പമ്പുകൾ കുറവാണ്. അതിന്റെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തോന്നിയിട്ടില്ല. നമ്മുടെ ഈ പമ്പിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞങ്ങൾ ഇവിടുന്ന് രാവിലെ അടിച്ചിട്ട് പോകുന്നത്. സ്ഥിരം അങ്ങനെ അടിച്ചിട്ട് പോകാറുണ്ട്. ഓക്കെ. ഇപ്പം വണ്ടി എടുത്തിട്ട് എത്ര നാളായി? ഒരു 6 മാസമായിട്ടുണ്ട്. മെയിൻ്റെനൻസ് എന്തെങ്കിലും ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തു. താങ്ക് യു കേട്ടോ. പേരെങ്ങനെ? എൻ്റെ ഒരു ബിനീഷ്. ഓക്കെ. ഈ ഹൈ റേഞ്ചിൽ പോകുന്ന ആൾക്കാർ കൂടുതലിരിക്കുമ്പോഴാണോ പ്രശ്നം? നമുക്ക് വലിയ ശരിക്കും നല്ലോണം മുട്ടറുണ്ട്. ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ വലിഞ്ഞു പോകും. സെക്കൻഡൊന്നും വലിയണേ ഇല്ല. ഓക്കെ. അതാണ് 3 സിലിണ്ടറിൻ്റെ പ്രശ്നം. ഓക്കെ. സിലിണ്ടർ 4 ആണെങ്കിൽ നല്ല ഇതാണ് അല്ലേ? ഇതിന് മുമ്പത്തെ വേരിയൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ അതിന് CNG 4 സിലിണ്ടറും ഉണ്ടായിരുന്നു. 4 സിലിണ്ടർ ഉണ്ട്. ഫുഡ് വന്നപ്പോൾ 3 സിലിണ്ടർ ആക്കിയാണ്. അത് ബാക്കിയൊക്കെ വണ്ടിയൊക്കെ നല്ല കാണാനും ഭംഗിയുണ്ട്. ഉള്ളിൽ സ്പേസ് ഉണ്ട്, കിടക്കാനും സുഖമാണ്. സീറ്റ് പൊക്കി, ബാക്കിൽ സീറ്റ് നമുക്ക് പൊക്കിയിട്ട് മറ്റേ മലത്തിട്ട് കിടക്കാനൊക്കെ സുഖം. അതിൻ്റെ ഹെഡ് റെസ്റ്റൊക്കെ ഊരിയെടുക്കാം. അങ്ങനെ മലത്തിട്ടിട്ട് ബാക്കിൽ സീറ്റ് പൊക്കി സ്ലൈഡാക്കി കിടക്കാനൊക്കെ സുഖം. ഡിക്കി സ്പേസ് ഒന്ന് കാണിക്കാം. സ്പേസ് നമുക്ക് CNG കിട്ടിയതിനായിട്ട് അതൊരു പ്രശ്നമുണ്ട്. ഓക്കെ. അത്ര എല്ലാവരുടെയും പൊതുവെ വണ്ടികളെല്ലാം കമ്പനി CNG എടുക്കാനേ തയ്യാറാവുന്നുള്ളൂ കസ്റ്റമേഴ്സ് എല്ലാം. പക്ഷെ ഇത് കയറ്റിയ CNG ആണ്. അത് എങ്ങനെ ധൈര്യപ്പെട്ട? കാരണം എല്ലാവർക്കും പേടിയാണല്ലോ. 98,000 കിലോമീറ്റർ ഞാൻ പെട്രോളിൽ ഓടിയിട്ട് എവിടെ എത്താത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ CNG തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൃശ്ശൂർ തന്നെ MG ഓട്ടോസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് ഫിറ്റ്മെൻറ്റ് ചെയ്ത് ഞാൻ ഓൾട്ടറൊക്കെ ചെയ്ത് RTOയിൽ കൊടുത്ത് സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടി എടുത്തിട്ട് ഗ്യാസ് കയറ്റിയോ അതോ? പുത്തൻ വണ്ടി എടുത്തതാണ്. പക്ഷെ അപ്പോൾ ഞാൻ പെട്രോളാണ് ഡിക്കി സ്പേസിന് വേണ്ടിയിട്ട് എടുത്തത്. 23 ജൂലൈ മോഡലാണ് വണ്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ 25 മെയ്യിലാണ് ഞാനിതിൽ 2 വർഷം ഓടിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് കിറ്റ് കയറ്റുന്നത്. ഇപ്പം ഡിക്കി സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലേ? ഡിക്കി സ്പേസ് വേണമെങ്കിൽ കൺട്രോൾ MG ഓട്ടോസ് അവരുടെയാണ്. കസ്റ്റമേഴ്സ് ചെറിയ ഇത് കൊണ്ടുവരികയാണെങ്കിൽ അത് സുഖമാണ്. ഇവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സ്റ്റെപ്പിന് വയ്ക്കാൻ പറ്റില്ല. പിന്നെ ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് നമുക്കൊരു മറ്റേ കിറ്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എവിടെയായാലും വിളിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റൻസ് വരും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു റിസ്ക് ഇല്ല. സ്റ്റെപ്പിനി ഇല്ല, ആ ഒരു ഡ്രോബാക്കേ ഉള്ളൂ. 75,000 രൂപയായിട്ട്. ഏത് കമ്പനിയുടെ പേരിന്? MG ഓട്ടോസ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള ഒരു കമ്പനിയാണ്. അവർ ചെയ്യണതാണ്. അവർ LPG ഉള്ളപ്പോഴേ ചെയ്യണതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കിറ്റ് വന്നപ്പോൾ ഇതിൽ ചെയ്യണതാണ്. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല.
10,000 കിലോമീറ്ററിൽ പ്ലഗ് മാറണം, അത്രേ ഉള്ളൂ. ഓരോ 10,000 കിലോമീറ്ററിൽ പിന്നെ മോണിറ്റർ ചെയ്യണം, പിന്നെ നമ്മൾ ചെയ്യണതാണല്ലോ ഓൾറെഡി. എല്ലാവർക്കും പൊതുവെ പേടിയാണ് പുറത്തുനിന്ന് കിറ്റ് മേടിച്ച് വെക്കാൻ. എല്ലാവരും കമ്പനി തന്നെ വെക്കുക ചെയ്യും. ചേട്ടൻ അതിൽ ധൈര്യപ്പെട്ടതിലും ഒക്കെ ഒരു ബെസ്റ്റ് വിശ്വസ് ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇത് ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് പഠിച്ച് ചെയ്തില്ലേ, അതന്നെ വലിയ കാര്യം. ഓക്കെ, പേരെങ്ങനെയായിരുന്നു? ഗോപാലകൃഷ്ണൻ. ഓയിലൊക്കെ കറക്റ്റ് ചേഞ്ച് ചെയ്യുകയാണ്, ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ സാധാരണ ഒരു പെട്രോൾ വണ്ടി സർവീസിൽ കയറ്റുന്നതിനേക്കാൾ കൂടുതൽ ഗ്യാസ് വണ്ടി കയറ്റേണ്ടി വരുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ചുമ്മാതാണ്. ഇത് അങ്ങനൊന്നും വരുന്നില്ല, ഇതുവരെ അങ്ങനെ തോന്നുന്നില്ല. നമ്മളത് കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ചിങ് അതിൻ്റെ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പം വരുന്നില്ല. എപ്പോഴായാലും ഈ ഗ്യാസ് സംബന്ധമായിട്ട് എന്തെങ്കിലും മെയിൻ്റെനൻസിന് പോകേണ്ടി വന്നിട്ടുണ്ടോ? ഗ്യാസ് ഇടയ്ക്ക് അതിനകത്ത് ഈ ഗ്യാസിനകത്ത് ഓയിൽ കിറ്റിനകത്ത് കയറിയിട്ട് ഒരു പിക്കപ്പ് കൈ കൊടുക്കുമ്പോഴത്തേക്കിന് ഒരു ഇത് വന്ന് ഇടയ്ക്ക് നിന്ന് പോവുകയൊക്കെ ചെയ്യും. ഓക്കെ ഓക്കെ. അത് എത്ര ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട്? അത് ഒരു 10-55 കിലോമീറ്ററൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങനെ അത് കയറി. അന്നേരം പിന്നെ അതിൻ്റെ ഫിൽറ്റർ, ചെറിയൊരു ഫിൽറ്ററുണ്ട്, 2 ഫിൽറ്ററും മാറി, പിന്നെ കിറ്റ് അഴിച്ച് ക്ലീൻ ചെയ്ത് അന്നേരം അത് മാറി. വലിയ പഠിപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പ്രത്യേകം ഇൻഷുറൻസ് കിട്ടുമോ? ഗ്യാസിന്റെ വണ്ടി ആയതുകൊണ്ട് ഇൻഷുറൻസ് പ്രത്യേകം കിട്ടുമോ? അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മുടെ RC ബുക്കിൽ അങ്ങനെ നോട്ടിങ് ഉള്ളതല്ലേ, പിന്നെ നമുക്ക് കിട്ടാതിരിക്കേണ്ട കാര്യമില്ല. RC ബുക്കിലും ഇൻഷുറൻസിലും ഉണ്ട്, CNG ആണല്ലേ? അതുകൊണ്ട് CNGക്ക് പ്രത്യേക ഇൻഷുറൻസ് ഒന്നുമില്ല. സാധാരണ വണ്ടിയുടെ ഇൻഷുറൻസ് തന്നെ, ആ എമൗണ്ട് തന്നെയാണ് മേടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം ഇതുവരെ അങ്ങനെ മാറ്റം വന്നിട്ടില്ല. ഇനി ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ ആകുന്നുള്ളൂ. ഇത് പെട്രോൾ വണ്ടിയേക്കാൾ കൂടുതൽ ഇൻഷുറൻസ് എമൗണ്ട് ആവും, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കാരണം പെട്രോൾ വണ്ടിയുടെ ഒക്കെ ഏകദേശം ഇൻഷുറൻസ് വില 10-200 രൂപയുടെ വ്യത്യാസമൊക്കെ വന്നിട്ടുള്ളൂ ഇതുവരെ. ഇനി പുതിയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എടുത്തതെല്ലാം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇത് വണ്ടി ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി ഓൾറെഡി 4 സ്ട്രോക്ക് വണ്ടിക്ക് ഹീറ്റ് ആവും. അല്ലാതെ പെട്രോളിലാണെങ്കിലും ഹീറ്റ് ആവുന്നുണ്ടോ? അല്ലാതെ ഗ്യാസിന് അങ്ങനെ പ്രത്യേകം അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഓയിൽ സീൽ പോവോ അങ്ങനെ ഒന്നും ചെയ്യില്ല. കണ്ടാലും ഹീറ്റായ ഓയിൽ സീൽ തള്ളി പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും കംപ്ലൈൻറ്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. വണ്ടിക്ക് ഇപ്പോൾ ഓട്ടോ ഇതിപ്പോൾ എടുത്തിട്ട് എന്നാ മൈലേജ് കിട്ടുന്നുണ്ട്? 40-45 കിട്ടുന്നുണ്ട്. ലോങ് ഡ്രൈവ് കൂളായിട്ട് കിട്ടുന്നു. ഗ്യാസ് വണ്ടി എടുക്കാൻ സജസ്റ്റ് ചെയ്ത് പുതിയ ഗ്യാസ് വണ്ടി ഒരാൾ എടുത്തിട്ടുണ്ട്, ബജാജിന്റെ തന്നെ വണ്ടി. ഇതിപ്പോ ഏതിന്റെയാ വരുന്നത്? ഇത് ബജാജ്. ഞങ്ങൾക്ക് ഇവിടെ സർവീസ് കൂടുതൽ കിട്ടുന്ന ബജാജിന്റെയാണ്. പിന്നെ പാർട്സ് അത്യാവശ്യം കിട്ടാതെ വന്നാലും എറണാകുളത്തുനിന്ന് കിട്ടുന്നുണ്ട്, വരുത്തിക്കും. ടയർ തേയ്മാനം ഒക്കെ കുറവുണ്ട്. 4-5 പാസഞ്ചർ പിള്ളേർ 8 പിള്ളേരോളം കയറ്റി പിള്ളേരെ സ്കൂളിലോട്ട് ഓടുന്ന വണ്ടിയാണ്. വലിയ പ്രശ്നമൊന്നും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു പ്രാവശ്യം ബാറ്ററി കംപ്ലൈന്റ് വന്ന് നിന്നിട്ടുണ്ട്. ബാറ്ററി കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓൾറെഡി മൊത്തം ബ്ലോക്ക് ആയി പോകില്ല. അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. സിലിണ്ടർ ബാക്കിലാണോ? അല്ല, ഇത് ഫ്രണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ലഗേജിന്റെ വിഷയം ഒന്നും വരുന്നില്ല. എൻ്റെ വീട് ഇടിക്കുക. അപ്പം 3-6 തേക്കടിയിലാകെ ഒരു പമ്പേ ഉള്ളൂ. 3-6 ഉണ്ടെങ്കിൽ ഇച്ചിരി പമ്പുകൾ വരുന്നുണ്ട്, അടിമാലിയിലൊക്കെ ആയി വരുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കൂടെ ഗുണമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് വെറുത്താണ്. ഇതിപ്പം വണ്ടി ഇരട്ടിക്കണം. എർട്ടിക ഇപ്പൊ എടുത്തിട്ട് എത്ര നാളായി? എടുത്തിട്ട് ഏകദേശം 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ കഴിഞ്ഞു. ഇത് കമ്പനി ഫിറ്റഡ് ആണോ സജസ്റ്റ് ചെയ്യുന്നത്, അതോ പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യാനാണോ സജസ്റ്റ് ചെയ്യുന്നത്? കമ്പനി ഇൻബിൽട്ടായിട്ട് വരുവാണെങ്കിൽ എല്ലാം കമ്പനി തന്നെ ആയിരിക്കും ബെറ്റർ, അതായിരിക്കും നല്ലത്. കാരണം നമുക്ക് പുറത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ വാറന്റി അവർ തരുന്നുണ്ടായിരിക്കും. ഞാൻ പുറത്ത് പോയി എനിക്ക് ചെയ്ത് ആരും പരിചയമില്ല. ബട്ട് എൻ്റെ ഒരു സജഷൻ കമ്പനി ഇൻബിൽട്ടായിട്ട് വരുന്നത് തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആളാരും അവരോട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമല്ലോ. ഏകദേശം 12 രൂപ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് ഇത്രയും ലക്ഷം രൂപയുടെ മാറിയതിൻ്റെ ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ട്? ബെനിഫിറ്റ് ഓഫ് കോഴ്സ്. ബെനിഫിറ്റ് 2 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. നല്ല ബെനിഫിറ്റ് ഉണ്ട്. എത്ര കിലോമീറ്റർ മൈലേജ് ഹൈവേയിലും ലോങ്ങിലും ഒക്കെ? മൈലേജ് യൂഷ്വലി നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എറണാകുളത്ത് യൂബറും അത്യാവശ്യം ടാക്സി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ ഒരു 190-180 ഒക്കെ മാക്സിമം ഓടിക്കുന്ന ഒരു രീതിയുണ്ട്. ഒത്തിരി റഫായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കിട്ടുകയില്ല. ഒരു കറക്റ്റ് RPM ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ദയവായിട്ട് മൈലേജ് ഉണ്ട്. പിന്നെ നമ്മുടെ തമിഴ്നാട് ഹൈവേയിലൂടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 240-248 കിലോമീറ്റർ വരെ ഓടിച്ചിട്ടുണ്ട്. അത് ഓടിക്കുന്ന ആളുടെ ഇത് വെച്ചിട്ടാകട്ടെ. ഒരു കിലോയ്ക്ക് 30 ഏകദേശം ആവറേജ് തമിഴ്നാട് പോകുമ്പോൾ പക്കയായിട്ട് കിട്ടും. 30%. ഇതിപ്പം എമൗണ്ട് ഒക്കെ വരുമ്പോൾ ഒരു കിലോയ്ക്ക് 89.90 വരുന്നുണ്ട്. ഇപ്പോൾ 90.50 ആയി. അതൊന്നും പറയാൻ പറ്റില്ല. വാട്ടർ ഇറ്റ് ഇപ്പോൾ 100 ആണെങ്കിലും നമുക്ക് മൈലേജ് ഉണ്ടെങ്കിൽ നമ്മൾ 100 ആണെങ്കിലും നമ്മൾ CNG തന്നെ പ്രിഫർ ചെയ്യും. എത്ര കിലോമീറ്റർ ടോട്ടൽ ഓടി? ഏകദേശം ഒരു 53 ആയിട്ടുണ്ട്. 53 ആയിട്ടുണ്ട്. ഇതുവരെ CNG ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിന്റെ പ്രശ്നങ്ങളൊന്നും? മെയിൻ്റനൻസ് വലിയ കോസ്റ്റ് എക്സ്ട്രാ ഒന്നും വരുന്നൊന്നുമില്ല. ഈ ടാങ്കിന്റെ അവർ പറഞ്ഞ എനിക്ക് 2 വർഷം ആകുമ്പോഴത്തേക്ക് ഒന്ന് ചെയ്യാന്ന് മാത്രമേ, സർവീസ് ചെയ്യുക. പിന്നെ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പറയണ്ട. ഇന്നുവരെ CNGയുടെ ഒരു വർഷമായി, അതിലൊരു മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. CNG കിറ്റിന് എത്ര വാറണ്ടി അവർ പറയുന്നുണ്ട്? 2 വർഷമാകുമ്പോൾ നമ്മൾ ഒന്ന് സർവീസ് കാലിബ്രേഷൻ ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. വേറെ പേപ്പർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതലൊന്നും വായിച്ച് നോക്കിയിട്ടില്ല. CNG വെച്ചുകൊണ്ട്
നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നൊന്നുമില്ല. ടാങ്ക് വരുന്നുണ്ട്. ഓക്കെ ഇവിടെ ഓക്കെ വരുന്നുണ്ട്. ആ പിന്നെ നമുക്കിത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഇതും ലഗേജൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെക്കാനും എല്ലാം കമ്പനി തന്നെ വരുന്നതായതുകൊണ്ട് ഓക്കെ ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ശരി ഓക്കെ. എങ്ങനെയാണ് സാറേ പേര്? പേര് അരുൺ എന്നാണ്. അരുൺ. ഇപ്പം എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഇപ്പം ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡാണ്. ഒരു 6 മാസമായിട്ടുള്ളൂ. 6 മാസമായിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ എടുക്കാൻ കാര്യം? പൊതുവേ നമുക്ക് ഇത് എടുക്കുക ചേഞ്ച് എടുക്കാനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പലതും നോക്കിയിരുന്നു. അപ്പോൾ എന്നാലും പലരും അഭിപ്രായപ്പെട്ടത് മാരുതിയിൽ ഇൻബിൽറ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു സസ്പെൻഷൻ എന്താ വ്യത്യാസമൊക്കെ അവർ ഇൻബിൽറ്റ് ഫാക്ടറി മെയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ഫിറ്റിങ്സും പ്രോപ്പറായിട്ടും ട്യൂണിങ് എല്ലാം പ്രോപ്പറായിരിക്കും. അപ്പോൾ പിന്നെ ഈ ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ഒക്കെ പ്രോപ്പറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് അഭിപ്രായം കൊണ്ടാണ് കമ്പനി ഫിറ്റഡ് തന്നെ നോക്കിയത്. ഇതിന്റെ ഡിക്കി സ്പേസ് എപ്പോഴേലും ഇപ്പം ഗ്യാസ് ആയതുകൊണ്ട് കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? കുറച്ച് കുറവാണ്. എന്നാലും ഇതിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡിക്കി പോലത്തെ ഒരു ഇത് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മരുന്ന് തരുന്നില്ല, പുറത്തുനിന്നുള്ള ചെയ്തത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ അടഞ്ഞിരുന്നോളും. അതിൻ്റെ മുകളിൽ നമുക്ക് ഭാരമുള്ള വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ടയർ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതിങ്ങനെ പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല തട്ടുണ്ട്. അപ്പോൾ എന്ത് വെയിറ്റുള്ള സാധനമാണെങ്കിലും ഇതൊരു ഇങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ്. ശരി. ഇതിന് എത്ര രൂപയൊക്കെ ചിലവായിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു ഒരു 1800 അത്രയുള്ളൂ. ഗ്യാസ് അവിടെ ഇരുന്നോളും, ടാങ്ക് അവിടെയാണ്. ഓക്കെ അടികൊള്ളു, കൊള്ളാലോ. ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്, ഈ വണ്ടി എപ്പോഴേലും വിൽക്കേണ്ടി വന്നാൽ റീസെയിൽ വാല്യൂവിനെ കുറിച്ച് എങ്ങനെയാണ് തോന്നിയത്? പൊതുവെ ജനങ്ങളുടെ ഗ്യാസ് കയറ്റിയ വണ്ടി എന്ന് പറഞ്ഞാൽ റീസെയിൽ വാല്യൂ കുറവായിട്ട് വരുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ ചാൻസ്? അതിൻ്റെ എഞ്ചിൻ്റെ തേമാനം കാര്യങ്ങൾ ആ ഒരു തീർച്ചയായിട്ടും ആൾക്കാർ ആ ഒരു കൺസെൻറ്റാണ്. അപ്പോൾ എങ്ങനെ വരുന്നുണ്ട് ഫ്യൂച്ചറൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ സാധാരണ ഒരു പെട്രോൾ വണ്ടിക്ക് നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുമല്ലോ. ഇപ്പോൾ CNG വണ്ടിക്ക് വരും പ്രത്യേകം എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. വർഷാവർഷം ഒരു വർഷം കൂടുമ്പോഴാണ് പൊല്യൂഷൻ കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ഇപ്പം എത്ര മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട്? എനിക്ക് ലോങ് വരെ ഒരു 35 വരെ കിട്ടുന്നുണ്ട്. 35 വരെ കിട്ടുന്നുണ്ട് അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. വലിയ കാര്യങ്ങൾ ലോക്കൽ വന്ന ഒരു 20-22 അറേഞ്ച് ലാഭം. ഓക്കെ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി പമ്പുന്ന പോലെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. AC ഇട്ട് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വലിയ കുറവ് വല്ലതും തോന്നിയിട്ടുണ്ടോ? ACക്ക് CNG ആയതുകൊണ്ട് കൂളിംഗ് കുറവോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നോർമൽ പെട്രോൾ വണ്ടി പോലെ തന്നെ നമുക്ക് CNG കിട്ടും. ഇതിപ്പം പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യുന്ന വണ്ടിക്ക് നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ, ഇപ്പോൾ RC ബുക്കിൽ ഇത് കയറ്റണം, എൻഡോഴ്സ്മെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്, അത് അവർ തന്നെ കയറ്റി തരും. RC ബുക്കിൽ ആണല്ലേ? കമ്പനിക്കാർ തന്നെ കയറ്റി തരും. ഇത് ആരാണ് ചെയ്യണേ അവർ തന്നെ ചെയ്തു തരും. ഇത് ഏത് കമ്പനി നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് ഇപ്പോൾ ഏത് കമ്പനിയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഇന്ത്യൻ മെയ്ഡ് ഒരെണ്ണമാണ് ഇതിൽ കയറ്റി. ഇന്ത്യൻ മെയ്ഡും പിന്നെ എൻ്റെ വാൽവുകളൊക്കെ വിദേശിയാണ്. ഓക്കെ. അങ്ങനെ 2-3 കമ്പനി ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ്? ഞാൻ കയറ്റിയ പേര് മറന്നുപോയി. ഇന്ത്യയിൽ നോക്കേണ്ടി വരും. എവിടെ സ്ഥലം എവിടെയായിരിക്കും? ഇത് എറണാകുളത്ത് തമ്മനത്താണ് കയറ്റിയത്. തമ്മനത്താണ് കയറ്റിയത്. ചേട്ടൻ എറണാകുളംകാരനാണോ? അതെ. ഓക്കെ. ഇതിപ്പം കയറ്റിയിട്ട് ഫ്രഷ് വണ്ടി എടുത്തിട്ട് കയറ്റിയാണോ അതോ ഫ്രഷ് വണ്ടി എടുത്ത് കയറ്റിയതാണോ? ഇപ്പം ഇത് സാധാരണ എല്ലാവരും കമ്പനി ഫിറ്റഡ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ചേട്ടൻ അത് എന്തുകൊണ്ടാണ് പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യാൻ ധൈര്യപ്പെട്ടത്? എക്സ്പ്ലോഷനെ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ഫയറിംഗ് ഇല്ല. ഈ ഗ്യാസ് പെട്ടെന്ന് എയറിൽ ഡൈല്യൂട്ട് ആയി പോകും. മറ്റേ ഗ്യാസുകൾ അങ്ങനെയല്ലോ. LPG ആണ് വിഷയം. ഇതിൽ ഫയറിംഗ് ഇല്ല. പ്രഷറിനെ കൊണ്ട് പൊട്ടിത്തെറിച്ചാലും വല്ലേ ഉള്ളൂ. അതിനുള്ള സേഫ്റ്റി വാൽവ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പിന്നെ ആ ടാങ്ക് ആണെങ്കിൽ തന്നെ ഹെവി ടാങ്കാ, നല്ല തിക്നെസ് ഉള്ളതാണ്. സേഫ്റ്റി. ടാങ്കിന്റെ വെയിറ്റ് 70 കിലോ വരും. 70 കിലോ ഉണ്ട് ഒരു ടാങ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് നഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മൾ മൈലേജ് നോക്കുമ്പോൾ ബെറ്റർ. എത്ര കിട്ടുന്നുണ്ട് മൈലേജ്? ലോങ് ഇപ്പോൾ 25, സിറ്റിയിൽ 20 കിട്ടും. ഇതിപ്പം CNG ഫിറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? CNG ഫിറ്റ് ചെയ്ത ശേഷം 1.5 ലക്ഷം ഓടി. അത്ര ഓടി? ഓ, അടിപൊളി. 30+ മൈലേജ് വരെ കിട്ടുന്നുണ്ട് അല്ലേ? ഈ സമയം കൊണ്ട് എന്തൊക്കെ മെയിൻ്റെനൻസ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്? CNGയിൽ ഒരു മെയിൻ്റെനൻസ് വന്നിട്ടില്ല. ഇല്ല. ആകെ ഷോറൂമിൽ ചെയ്യുന്ന പ്ലഗ് മാറ്റൽ മാത്രമേ ഉള്ളൂ. ഈ CNG ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങൾ മാറ്റേണ്ടതായ ആവശ്യങ്ങൾ വരുന്നു? ഒന്നുമില്ല. ഇതിനൊന്നും മാറ്റേണ്ടല്ല. അവരങ്ങ് ഫിറ്റ് ചെയ്ത് പരിപാടി കഴിയും. പേടിക്കാതെ പുറത്തുനിന്ന് നമുക്ക് CNG വെക്കാം. ഒരു പ്രശ്നമില്ല. ഇല്ല. എല്ലാവരും ഇങ്ങനെ നമ്മൾ കമ്പനിയിൽ എടുക്കാതെ വില വേരിയേഷൻ ഉണ്ട്. ഇത് 65 രൂപയിൽ സെറ്റ് ചെയ്യും. മറ്റേത് വണ്ടിയായിട്ട് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 1ന്റെ പുറത്ത് പോകും. അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ. അപ്പോൾ ഏറ്റവും നമ്മൾ ധൈര്യപ്പെട്ട് നല്ല കമ്പനിയുടെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെക്കാം. അത് ചെയ്യാം. എത്ര നാൾ വാറണ്ടി ഉണ്ട്? 1 year ആണ് വാറണ്ടി തന്നെ. മാൽവിന് 5 വർഷമുണ്ട്. 5 വർഷം. പക്ഷെ ഇതുവരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. 2 വർഷമായി. ഓക്കെ. പേരെങ്ങനെ? നസീർ. അടിപൊളി.
ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സംശയമായിട്ട് താഴെ ചോദിക്കാൻ പറ്റുന്നതാണ് കമൻറ്റ് ബോക്സിൽ. ഇപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ ഡൗട്ട് നിങ്ങളുടെ ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എത്ര വേഗം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണച്ചാൻ.